ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിതൗട്ട് ലേണിംഗ് ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം എന്നുള്ളത് ഇന്ത്യൻ സൊസൈറ്റിയിലെ ഫാമിലിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഫാമിലി വ്യത്യസ്തമായ രൂപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി എന്താണ്, മാട്രിനിയൽ എന്താണ്, പാട്രിനിയൽ എന്താണ്, ഫാമിലിയുടെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ ഇൻട്രൊഡക്ഷനിലേക്കും അറിയുന്ന പോലെ തന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, ഫാമിലി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇൻ സൊസൈറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈമറി ഗ്രൂപ്പാണ് ഫാമിലി എന്നുള്ളത്. മാത്രമല്ല ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക് കൈൻഡ് ഓഫ് സിവിലൈസേഷൻ ആണ്. ഒക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടുന്ന പാഠഭാഗമാണ്. ഓക്കെ, അവിടെ ഫാമിലിയുടെ മീനിങ്ങും ക്യാരക്ടേഴ്സും സ്വഭാവങ്ങളും സംസാരിക്കുന്നുണ്ട്. അവിടെ ഫാമിലീസ് എന്നുള്ള വേർഡിൽ നിന്ന് ഫാമിലി വന്നിട്ടുള്ളത്. ഓക്കെ, ആ വേർഡിൻ്റെ അർത്ഥം സർവൻ്റ് എന്നുള്ള വേർഡ് എൻ്റെ അർത്ഥമുള്ളത്. ഓക്കെ, ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫാമിലിയുടെ പ്രധാനമായിട്ടുള്ള ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ചർച്ച ചെയ്യണം. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് ഫാമിലിയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അവിടെ ആദ്യമായിട്ട് മേറ്റിംഗ് റിലേഷൻഷിപ്പാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഫാമിലി എന്നുള്ളത് മേറ്റിംഗ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഫാമിലി ഉണ്ടാവും. വെൻ എ മാൻ എ വുമൺ ഫോം എ മേറ്റിംഗ് റിലേഷൻഷിപ്പ്, ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ചേർന്നാണ് ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ സെലക്ഷൻ ഓഫ് മേറ്റ്സ് ആണ്. നമ്മൾ ഒരു സെലക്ഷൻ ഓഫ് മേറ്റ്സ്, നല്ലൊരു മേറ്റിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുരുഷൻ അത് യോജിച്ചൊരു ഇണയെ തിരഞ്ഞെടുക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീ യോജിച്ചൊരു പുരുഷനെ തിരഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ ഫോം ഓഫ് മാരേജ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് നോമൻ കൾച്ചറാണ്. തീർച്ചയായിട്ടും ഇതൊരു പർട്ടിക്കുലർ നെയിമാണ്. ഓരോ ഫാമിലിക്കും ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ടാവും. അതാണ് സിസ്റ്റം ഓഫ് നോമൻ കൾച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ എ വേ ഓഫ് ട്രേസിംഗ് ദി ഡിസെൻഡ് ആണ്. അതുപോലെ തന്നെ കോമൺ റെസിഡൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് ഒരു കോമൺ റെസിഡൻസ് ഉണ്ടാവും. കാരണം ഒരു പൊതുവായിട്ടൊരു താമസ സ്ഥലത്ത് താമസിക്കാം. മാത്രമല്ല എക്കണോമിക് പ്രൊവിഷൻ ഉണ്ടാവും. കാരണം ഒരു എക്കണോമിക് ഫെസിലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം ഈ ഫാമിലിക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പോഴത്തെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ യൂണിവേഴ്സാലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഫാമിലിക്ക് യൂണിവേഴ്സാലിറ്റി, അവിടെ ഒരു ഫാദർ ഉണ്ട്, ഒരു മദർ ഉണ്ട്, അവരെ കുട്ടികളുണ്ട്, അവർ യൂണിവേഴ്സാലിറ്റി എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എമോഷണൽ ബേസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവിടെ എമോഷണൽ ബേസുകൾ ഉണ്ടാവും. ഓക്കെ, എമോഷൻസ് ഒരു ഫാമിലി ഉണ്ടാവും. ഒക്കെ സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഇതുള്ളൂ. അപ്പോൾ അത് ലിമിറ്റഡ് സൈസ് ഉണ്ടാവും, സൈസ് ലിമിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ചൈൽഡിൻ്റെ ഒരു കുട്ടിയുടെ സറൗണ്ടിങ്സിൻ്റെ ഫാമിലി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ആയിട്ട് ഫാമിലി ഉണ്ടാവും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് മെമ്പേഴ്സിന് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ഓരോ മെമ്പേഴ്സിന്. അതുപോലെ തന്നെ സോഷ്യൽ റെഗുലേഷൻസ് ഉണ്ടാവും. സോഷ്യൽ ആയിട്ടുള്ള റെഗുലേഷൻസ് എന്തായാലും ഈ ഫാമിലി ബാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പെർമനൻ്റ് ആൻഡ് ടെമ്പററി നാച്ചുറൽ ഫാമിലിക്ക് പെർമനൻ്റ്, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള നാച്ചുറൽ ഫാമിലിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലിയുടെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. അവിടെ തന്നെ പ്രധാനമായിട്ടും ആദ്യമായിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് പറയുന്നുണ്ട്. പ്രൈമറി ഫങ്ഷൻസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ആദ്യമായിട്ട് പ്രൈമറി ഫങ്ഷൻസിൽ സ്റ്റാബിൾ ഓഫ് സെക്സ് നീഡ്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ ഒരു ഭാര്യ പുറത്ത് സെക്സ് നീഡ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ സെക്സ് നീഡ് ഉണ്ടാവും. കാരണം റീപ്രൊഡക്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സെക്സ് നീഡ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ദി റിയറിംഗ് ചൈൽഡ്, ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഒരു ചൈൽഡിൻ്റെ റിയറിംഗ് ഒക്കെ എന്താവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ഹോമാണ്. ഓക്കെ, അപ്പോൾ ഫോർ ഈച്ച് മെമ്പർ ഫാമിലി പോഴ്സ് ഹോം, ഒരു ഹോം എന്ന ഫാമിലി മെമ്പർ നൽകണം എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഫാമിലി എന്നുള്ളൊരു ഒരു പ്രൈമറി ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് അസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു സൊസൈറ്റി ആയി കഴിഞ്ഞാൽ അവിടെ ഫാമിലി എന്തുണ്ട്, നമുക്ക് അസ്ക്രൈബായിട്ട് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അഫക്റ്റഡ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ അസ്ക്രൈബ് ഫംഗ്ഷൻ വേറെ, അതുപോലെ തന്നെ അഫക്ഷണൽ ഫംഗ്ഷൻ വേറെ ഉണ്ടാവും ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തായിട്ട് സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് ഫാമിലി. അപ്പോൾ ഈ സെക്കൻഡറി ഫംഗ്ഷൻ ഫാമിലി ഉൾപ്പെടുന്നത് എക്കണോമിക് ഫംഗ്ഷൻസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള. തീർച്ചയായിട്ടും ഒരു ഫാമിലി ആയി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഫാമിലിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫംഗ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റിലീജിയസ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടാവുക ഫാമിലി ഹെഡായിരിക്കും നിയന്ത്രിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു കുട്ടി എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് ആലോചിച്ചാൽ തീരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു കുട്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഫംഗ്ഷൻ ഉൾപ്പെടും. അപ്പോൾ തന്നെ റീക്രിയേഷൻ ഫംഗ്ഷൻസ് ഉണ്ട്, റിലീജിയസ് ഫംഗ്ഷൻ. ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ അവിടെ റിലീജിയൻ ഒരു സെയിം വർഷിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ റിലീജിയസ് ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് ഇത് റീക്രിയേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. കാരണം ദി ഹോൾ ഫാമിലി ഗോ ടുഗദർ ഫോർ റീഡിങ് അലൗഡ്. അതുപോലെ തന്നെ വിസിറ്റിംഗ് റിലേറ്റീവ്സ് ഒക്കെ ഫാമിലിക്ക് നമ്മൾ അടുപ്പക്കാരെ പോയി കാണുക. അതുപോലെ തന്നെ ഫാമിലി ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടത്. അതാണ് റീക്രിയേഷൻ ഫംഗ്ഷൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ടൈപ്സ് ഓഫ് ഫാമിലി ടൈപ്സ് എക്സ്റ്റെൻഡ് ഫാമിലി, അതായത് വലിയ നീണ്ട ഫാമിലികൾ ഉണ്ടാവും. ഓക്കെ, മൾട്ടി ജനറേഷണൽ ഫാമിലി ഉണ്ട്, അതാണ് എക്സ്റ്റെൻഡ് ഫാമിലി. അതുപോലെ തന്നെ അഡ്വഞ്ചർ, ഇനി അവിടെ തന്നെ അഡ്വഞ്ചേഴ്സും ഡിസഡ്വഞ്ചേഴ്സും ഫാമിലി ഉണ്ട്. അപ്പോൾ ഉപകാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് പരസ്പരം കെയർ ചെയ്യും. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവും, കാളിങ് ഫോർ, നമുക്ക് ഉപകാരങ്ങൾക്ക് വേണ്ടി, ഹെൽപ്പുകൾക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാരെ വിളിക്കുക. അതൊക്കെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ഫാമിലി ഉപകാരമാണ്. അപ്പോൾ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം അവിടെ പ്രൈവസി കമ്മിയാക്കാനും, അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആയിരിക്കും സ്ലോ ഉണ്ടാവുക. കാരണം എല്ലാവരും നമ്മൾ നോക്കേണ്ടി വരും. അവിടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സ്ലോ ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താവും ഡിസഡ്വാൻറ്റേജസ് പറയാൻ സാധിക്കും. ഇനി ന്യൂക്ലിയർ ഫാമിലി. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ
വലിയ ഫാമിലി ഉണ്ടാവും. ന്യൂക്ലിയർ ഫാമിലി പറഞ്ഞാൽ ചെറിയ ഫാമിലി, അതായത് ഒരു ഫാദറും മദറും കുട്ടികൾ മാത്രം. ഇതാണ് ന്യൂക്ലിയർ ഫാമിലി പറഞ്ഞാൽ. ഓക്കെ, സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ഇമ്മേച്വർ ചിൽഡ്രൻ ഹു ഫോം ഓൽക്കാണ് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത്. ഇതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, അതുപോലെ ഫാമിലി ഓഫ് പ്രോക്രിയേഷൻ ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ന്യൂക്ലിയർ ഫാമിലി വ്യത്യസ്ത രൂപത്തിൽ ഉണ്ട്. അവിടെ നിന്നുണ്ട് ദോസ് വേർ ന്യൂക്ലിയർ ഫാമിലീസ് ആർ ടൈപ്പിക്കലി സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും ന്യൂക്ലിയർ ഫാമിലി. അതുപോലെ തന്നെ ദോസ് ഇൻ വിച്ച് ഇൻ ന്യൂക്ലിയർ ഫാമിലീസ് ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു സബ്മോയിഡ് ടു ബ്രോഡർ ഗ്രൂപ്പ്, അതെന്താ ഒരു ബ്രോഡർ ഗ്രൂപ്പിലൊക്കെ എത്തിച്ചേരുന്നുള്ളതാണ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത്. ഓക്കെ, മാത്രമല്ല ഇനി അടുത്ത റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദി മോഡേൺ ന്യൂക്ലിയർ ഫാമിലി, പുതിയ ന്യൂക്ലിയർ ഫാമിലിയുടെ റീസെൻറ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിനോട് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ആദ്യം ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്. അപ്പോൾ പുതിയ കാലഘട്ടങ്ങളിൽ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാവുമ്പോൾ ട്രെൻഡ്സ് എന്തൊക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം 18ാം നൂറ്റാണ്ടിന് ശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് പിന്നെ മൊത്തത്തിൽ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, അതുപോലെ അർബനൈസേഷൻ കടന്നു വരവുണ്ട്, അപ്പോൾ അത് ഡെമോക്രാറ്റിക് ഐഡിയാസുകളുണ്ട്, അപ്പോൾ ദ ഡിക്ലൈൻ ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് മോർസ് ആൻഡ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ദി സ്പ്രെഡ് ഓഫ് സെക്യുലർ റൈറ്റ്സ്. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മോർസ് റിലീജിയസ് ബിലീഫ്സ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് സെക്യൂരിറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സാഹചര്യം എന്തുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ അടുത്താണ് ദ സ്പിരിറ്റ് ഓഫ് ദി ഇൻഡിവിജ്വലിസം റൊമാൻറ്റിക് ലവ്. ആർക്കിപ്പോൾ റൊമാൻറ്റിക് ലവ് ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, മാരേജ് നമ്മൾ ഫാമിലികൾ തീരുമാനിക്കുന്ന മാരേജ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ലവിൽ അടിമപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക് ഇൻവെസ്റ്റ് വുമൺ എന്തായി അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻസ് വേണം, സാമ്പത്തികമായിട്ടുള്ള തോൽക്കണം. പെണ്ണുങ്ങൾ എന്ത് ഓര് ജോലി ചെയ്ത് ഓര് സമ്പാദിക്കുക. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ പുതിയ കാലത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇമാൻസിപ്പേഷൻ ഓഫ് വുമൺ ഉണ്ട്. അത് വുമൺ ഹാവ് ഫൈനലി ബീൻ ഫ്രീഡ് ഫ്രം ദി ഷാക്കിൾസ് ഓഫ് ട്രഡീഷണലിസം. ഈ ട്രഡീഷണലിസത്തിൻ്റെ ഈ ചങ്ങല കൂട്ടുന്ന പെണ്ണുങ്ങളാണ് ഓലങ്ങോട്ട് സ്വതന്ത്രമാകുക എന്നുള്ള മൈൻഡ് സെറ്റ് വരികയാണ് പുതിയ കാലത്ത്. അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ഇൻ ബർത്ത് റേറ്റിലെ ഡിക്ലൈൻ, അതുപോലെ തന്നെ ഡൈവോഴ്സ്, പാരന്റ് യൂത്ത് കോൺഫ്ലിക്റ്റ്, അങ്ങനത്തെ വിഷയങ്ങൾ എന്തുണ്ട് നടക്കണം. ഡൈവോഴ്സ് പോലത്തെ വിഷയങ്ങളൊക്കെ എന്താവും പുതിയ കാലഘട്ടത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു മാട്രിലിയൽ ഫാമിലി പോലെ തന്നെ പാട്രിലിയൽ ഫാമിലി. മാട്രിലിയൽ അത് പെണ്ണുങ്ങളെ ഇതിലായിരിക്കും ഒരു കുടുംബത്തിൽ പെണ്ണുങ്ങളായിരിക്കും ഫാമിലിയുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തോട്ട് വരുന്നത് മാട്രിലിയൽ പസിൽ എന്നുള്ളതെന്നാണ് ഇത്തരത്തിൽ തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റായ ആഡ്രെ റിച്ചാർഡ്സിൻ്റെയാണ് ഈ ഒരു അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള തയ്യാറി മുന്നോട്ട് വഹിക്കുന്നത്. അപ്പോൾ ഇതിനടുത്തായിട്ട് പാട്രിലിയൽ ഫാമിലി, അതായത് പാട്രിലിയൽ ഫാമിലി പറഞ്ഞാൽ പുരുഷന്മാരായിരിക്കും അന്ത്യം ആ ഫാമിലിയിൽ നയിക്കുക, ഓല നേതൃത്വ ഫാമിലി ഉണ്ടാവും. ഇനി ഹിസ്റ്ററിയൻ തിയറീസ് ഉണ്ട്. അപ്പോൾ കൾച്ചർ സിസ്റ്റം ഓവർ ടൈം, കാരണം കൾച്ചറുകൾ മാറിക്കൊണ്ടിരിക്കുക, കാലക്രമേണ എന്ത് ചെയ്യുക, കൾച്ചറുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇതല്ല. അപ്പോൾ കൾച്ചർ വെസ്റ്റേൺ യൂറോപ്പിലെ കൾച്ചർ സച്ച് ഗ്രീസ് ആൻഡ് റോം ഇൻ ആൻറ്റിക്വിറ്റി പാർട്ടീസ് തീർച്ചയായിട്ടും പുരുഷന്മാരായിരിക്കും കൂടുതലായിട്ട് ഓല ഫാമിലി, പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള ഫാമിലീസ് ആയിരിക്കും പഴയ കാലം മുതലുള്ളത്. ഓക്കെ, ഇനി ഇല്ലോം ആൻഡ് ടെവാർഡ് ഉണ്ട്. അപ്പോൾ അതെന്താ പറഞ്ഞാൽ ഇല്ലോം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നായർസ് ഓഫ് മലബാർ ആർ ദി ഒറിജിൻ ഇൻഹാബിറ്റൻസ് ഓഫ് കേരള. കേരളത്തിൽ പ്രധാനമായിട്ടുള്ള ഇൻഹാബിറ്റൻസ് ആർ നായർമാരാണ്. ദേ ആർ ഗവേൺഡ് ബൈ ദി ഇൻഡിജിനസ് ലോസ്. ദ നമ്പൂതിരി ഫാമിലീസ് ആർ സെറ്റിൽഡ് ഹെയർ വിത്ത് ദർ ഓൺ ആരും കൾച്ചറായിട്ട് നമ്പൂരിമാരെ സെറ്റിൽ എന്നുള്ളവരാണ്. ദേ ഹാവ് എ പെക്യുലർ കസ്റ്റം മാരേജ് കണക്ഷൻ വിത്ത് ദി നായർസുമായിട്ട് എന്താണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. അക്കൗണ്ട് കസ്റ്റം ഓഫ് ദി നമ്പേഴ്സ് ദ എൽഡസ്റ്റ് സൺ ഓഫ് ദി ഫാമിലി മാരേജ് വിത്ത് ദ നമ്പൂതിരിസ് കേസായിട്ടുള്ള എൽഡസ്റ്റ് സണ്ണിനെ വിവാഹം കഴിക്കാന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സിസ്റ്റം കഴിഞ്ഞിരുന്നു. അപ്പോൾ തറവാട് സിസ്റ്റം ഉണ്ട്. പിന്നെ ഇന്ത്യ പാട്രിലിയൽ ഫാമിലീസ് ആർ വൈഡ്ലി പ്രിവെന്റ് ചെയ്യും. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പാട്രിലിയൽ ഫാമിലി ആയിരുന്നു മെയിനായിട്ട് കാരണം എന്താ പറയുക പുരുഷന്മാരായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ബട്ട് ദി നായർസ് ഓഫ് ദി കേരള ദി കാസൻ കേരള ആർ ആസം ഹൗ മാട്രിലിയൽ ഓൽക്ക് മാട്രിലിയൽ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നുള്ള പറയുന്നത്. ഓക്കെ, അപ്പോൾ എമംഗ് ദി നായർസ് കളക്റ്റീവ് ഫാമിലീസ് നോൺ ആസ് തറവാട് എന്ന് അറിയപ്പെടുന്നത്. എ ലേഡി ഓർ സൺസ് ഡോട്ടർ ഓഫ് ദി ഓഫ്സ്പ്രിങ്സ് ഓഫ് ദോസ് ഡോട്ടേഴ്സ് ആർ സോ ഓൺ ദി മേക്കപ്പ് ഓഫ് ദി തറവാട് ഉണ്ടാക്കുന്ന ഓലൊക്കെ ഓരൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട്. ദ ചിൽഡ്രൻ ഓഫ് ദി വുമൺ സൺസ് ഡു നോട്ട് ബിലോങ് ദി തറവാടുമായി ബന്ധപ്പെടില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ മക്കൾ തറവാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, ഈ അടുത്ത പാട്രിയാർക്കൽ ഫാമിലി പറഞ്ഞാൽ അവിടെ ഫാമിലി ആർ ഇൻക്ലൂസീവ് പവർ ഓഫ് ദി പ്രോസസ് ബൈ ദി മെയിലായിരിക്കും അവിടെ ഹെഡ് ഉണ്ടാവുക. ഇവിടുത്തെ ഫാമിലീസ് ഓണർ ആൻഡ് എക്സിക്യൂട്ടർ ഒക്കെ പ്രോപ്പർട്ടിയുടെ ഹെഡൊക്കെ ആളായിരിക്കും ഉണ്ടാവുക. അവിടെ തന്നെ മാട്രിലിയൽ ഫാമിലി പറഞ്ഞാൽ പെണ്ണുങ്ങളായിരിക്കും എന്ത് ചെയ്യുക അവിടെ പ്രധാനമായിട്ടും ഓലാണ് നേരത്തെ ഉണ്ടാവുക. ഞങ്ങളുടെ കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി ട്രൈബ്സ് കവേർഡ് അണ്ടർ ദി അംബർല കാസി പ്രാക്ടീസ് മാട്രിലിയൽ ഡിസെൻഡ്. ഒരു രണ്ട് മാട്രിലിയൽ സിസ്റ്റം മാട്രിലിസിൻ്റെ മാട്രിലോക്കൽ ഡിസെൻഡൻസ് ആയിരുന്നു ഓല് തുടർന്നിരുന്നത് ഈ കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ തന്നെ ഇത് ഗാരോ പറയുന്നത് മാട്രിലിയൽ ഗാരോ ഫാമിലി ഈസ് എക്സ്റ്റൻഡ് ഫാമിലി ആൻഡ് ഈസ് കാൾഡ് മാക്കോങ് ഇൻ ദർ ലാംഗ്വേജ്. ദി ഹസ്ബൻഡ് ലീവ്സ് ദിസ് മാക്കോങ് മദർ ആൻഡ് ടു ലീവ് ഇൻ ദി മാക്കോങ് ദിസ് വൈഫ് ആഫ്റ്റർ മാരേജ്. കല്യാണത്തിന് ശേഷം പെണ്ണുങ്ങളെ അവിടെ പോയി താമസിക്കുക എന്നുള്ള സിസ്റ്റമായിരുന്നു ഈ ഗാരോ സിസ്റ്റത്തിലുണ്ടായിരുന്നു. ഓക്കെ, കല്യാണത്തിന് ശേഷം പെണ്ണുങ്ങളെ വീട്ടിലായിരിക്കും താമസിക്കുക, അവിടെ ആയിരിക്കും പിന്നീടുള്ള തുടർ ജീവിതം നയിക്കുക, അവിടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് ജോയിൻറ്റ് ഫാമിലി. അതുപോലെ തന്നെ
ജോയിൻറ്റ് ഫാമിലി കാറ്റഗറീസ് അതുപോലെ ഫംഗ്ഷൻസ് ഈ വിഷയങ്ങൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ ഹിന്ദു ജോയിൻറ്റ് ഫാമിലി ഉണ്ട്. അതായത് ഇതിൽ ഏറ്റവും ടൈം ഫാമിലി എന്നുള്ള വേർഡ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു ജോയിൻറ്റ് ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഡെഫിനേഷൻ പല ആളുകൾ ഡെഫിനേഷൻ നൽകുന്നുണ്ട്. അവിടെ തന്നെ കിങ്സ്ലി ഡേവിസ് അതുപോലെ തന്നെ ഹെൻറി മെയിനൊക്കെ ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി ഇസ് വൺ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ദി മെയിൽസ് ഹാവിംഗ് എ കോമൺ മെയിൽ ആക്സസ് ഫീമെയിൽ ഓഫ് നോട്ട് ഇൻ മാരിഡ് ആൻഡ് വുമൺ ബ്രോട്ട് ഇൻ ദി ഗ്രൂപ്പ് ഓഫ് മാരേജ്. ഓക്കെ, അത്തരത്തിലുള്ള ഡെഫിനേഷനാണ് കിങ്സ്ലി ഡേവിസ് നിൽക്കുന്നത്. അപ്പോൾ ഹെൻറി മെയിൽ ദ ഹിന്ദു ഫാമിലീസ് ഗ്രൂപ്പ് കൺസെപ്റ്റ് നോൺ ആൻഡ് അഡോപ്റ്റഡ് സൺസ് ആൻഡ് റിലേറ്റഡ് സൺസ് ത്രൂ മാരേജിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ ഓലൊക്കെ എന്താവും ഓരോ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മളെന്താ പറയുക ഹിന്ദു ജോയിൻറ്റ് ഫാമിലി എന്ന് പറയാം. ഓക്കെ, ഞാൻ അവിടെ അതിൻ്റെ കാറ്റഗറീസും ഫീച്ചേഴ്സും പറയുന്നത്. അതുപോലെ തന്നെ കോമൺ ഹാബിറ്റ് ആയിരിക്കും ഉണ്ടാവും, അതുപോലെ തന്നെ കോമൺ കിച്ചൺ ആയിരിക്കും ഉണ്ടാവുക, കോമൺ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക, കോമൺ വർഷിപ്പ് ആയിരിക്കും, അവന് എക്സൈസ് ഓഫ് അതോറിറ്റി ആയിരിക്കും, പിന്നെ സൈസിൽ ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ മ്യൂച്വൽ കോപ്പറേഷൻ ആയിരിക്കും, സെൽഫ് സഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, ഞാൻ അടുത്തൊരു മെറിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ ജോയിൻറ്റ് ഫാമിലി മെറിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ പറയുമ്പോൾ അവിടെ എന്തുണ്ട് ആദ്യമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എൻഷുർ ഇക്കണോമിക് എക്സ്പെൻഡിച്ചർ എൻഷുർ ചെയ്യുന്നത് പ്രൊവൈഡ്സ് ഡിവിഷൻ ഓഫ് വർക്കിന് പ്രത്യേക ഡിവിഷൻസ് ഉണ്ടാവും. കാരണം ഓരോരുത്തർക്ക് വ്യക്തമായ വർക്കുകൾ ഡിവൈഡ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് റീക്രിയേഷൻ ലേസർ എന്ത് നൽകുന്നുണ്ടാവും. പ്രൊവൈഡ് സൈക്കോളജിക്കൽ സെക്യൂരിറ്റി ഹെൽപ്സ് ഇൻ സോഷ്യൽ കൺട്രോൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ സോഷ്യൽ പ്രൊമോട്ട് കോപ്പറേറ്റീവ് വിർച്വസ് പ്രൊമോട്ട് ചെയ്യുന്നത് എൻഷുർ എക്കണോമിക് പ്രോസസ്സിന് ഉണ്ടാവും അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിമെറിറ്റ്സ് ഓഫ് ദി ഡിസ്ഫങ്ഷൻസ് ഓഫ് ദി ജോയിൻറ്റ് ഫാമിലി ഡിസ്ഫങ്ഷൻ അതിൻ്റെ ഡിമെറിറ്റ്സ് കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം, എൻകറേജ് ഐഡൽനെസ്സിനെ എൻകറേജ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് ധാരാളം തർക്കങ്ങൾ ഉണ്ടാവാൻ അവസരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രൈവസിയുടെ കുറവുണ്ടാവും. അതുപോലെ തന്നെ എൻകറേജ്മെൻറ്റ് ഉണ്ടാവും. എവിടെ റീപ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യും. അതുപോലെ തന്നെ മിസറബിൾ കണ്ടീഷൻ വുമൺ ഉണ്ടാവും. അതുപോലെ റിട്ടാർഡ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി അതുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് സോഷ്യലബിലിറ്റിക്ക് ലിമിറ്റ്സ് ഉണ്ടാവും. ഹിൻഡേഴ്സ് സോഷ്യലിസം കൾച്ചറിൻ്റെ ചിൽഡ്രൻസിൻ്റെ സോഷ്യലിസം ഹിൻഡേഴ്സ് അതുപോലെ ഡിക്ലെയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡിക്ലെയർ ഉണ്ടാവും. ഓക്കെ, എൻകറേജ് അതുപോലെ തന്നെ ലിറ്റിഗേഷൻ എന്താ എൻകറേജ് അങ്ങനെ വിഷയങ്ങൾ ഈ വിഷയത്തിൽ വരും. ഇനി ജോയിൻറ്റ് ഫാമിലീസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചർച്ച ചെയ്യണം. ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ കൾച്ചറിന് ഇമ്പാക്ട് ആണ്. അതുപോലെ തന്നെ ഫാമിലി കോൺഫ്ലിക്റ്റുകൾ പരസ്പരം ഉണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മോഡേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എൻലൈൻമെൻറ്റ് ഓഫ് വുമൺ ഉണ്ടാവും. ഡിക്ലെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോട്ടൺ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അതിൻ്റെ നാശങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ലെജിസ്ലേഷൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഇത് നമുക്ക് ഈ വിഷയത്തിൽ കാണാം. അപ്പോൾ റീസെൻറ്റ് ചേഞ്ച് പാറ്റേൺ ഓഫ് ഹിന്ദു ഫാമിലി ഇന്ത്യയിലെ ഹിന്ദു ഫാമിലീസിൻ്റെ റീസെൻറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചിങ് പാറ്റേൺ ചർച്ച ചെയ്യണം. ചേഞ്ച് ഇൻ ദി റോൾ ഓഫ് ഫാമിലിയുടെ റോളിൽ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദി സൈസ് ഓഫ് ദി ഫാമിലിയുടെ ഇതിൽ റിഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഉണ്ടാവും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി അതോറിറ്റി ഓഫ് ദി ഹെഡിൻ്റെ അതോറിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. അത്ര സിമ്പിൾ വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ നേരെ താഴത്തായിട്ട് നമ്മളെ ഹിന്ദു ജോയിൻറ്റ് ഫാമിലി ഡിസിൻറ്റിഗ്രേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ തന്നെ 2-3 ജോയിൻറ്റ് ഫാമിലിയുടെ അഗ്രിമെൻറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ താഴത്താണ് ക്രൈറ്റീരിയ ഓഫ് ജോയിൻനെസ്സിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് മനസ്സിലാക്കേണ്ടത് ഈ ക്രൈറ്റീരിയ ഓഫ് ജോയിൻനെസ്സിൽ അതിൽ ആദ്യമായിട്ട് കിൻഡർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. തന്നെ കിൻഡർ റിലേഷൻഷിപ്പാണ് മെയിൻ. അതുപോലെ തന്നെ ഓൺ ദി ബേസ് ഓഫ് ദി റിലേറ്റീവ്സ് ചെയ്യുന്ന ജോയിൻറ്റ് ഫാമിലി എ മെമ്പർ ഓഫ് ദി ഫോളോയിങ് ടൈപ്പോളജി പ്രസന്റ് ബൈ പി കോളൻഡ എന്നുള്ള വ്യക്തി അദ്ദേഹം ഇതാക്കിയൊരു വിഷയമാണ് താഴത്ത് പറയുന്നത്. അതുപോലെ തന്നെ അതിന് നേരെ താഴത്തായിട്ട് മറ്റേതിനെ സി ബി ആസ് റിഗാർഡ്സ് നമ്പർ ഓഫ് ജനറേഷൻ പ്രസന്റ് ഇൻ എ യൂണിറ്റ്. അതുപോലെ തന്നെ ഇത് ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടിയിൽ ഷെയറിംഗ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ മിത്തക്ഷർ സ്കൂളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ദസ്റ്റ് ഇൻ ദി മിത്തക്ഷർ സ്കൂൾ ഇന്നൈഡ് ദ ഫോളോയിങ് ഫീച്ചർ ടു ബി നോട്ടഡ്. അപ്പോൾ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പറയുന്നത് നോട്ട് ചെയ്യേണ്ട പറഞ്ഞാൽ മേൽ പറയപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് അതിന് നേരെ ശേഷമുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മിത്തക്ഷർ ആൻഡ് ലേബർ സ്കൂളിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം പറയുന്നത്. അപ്പോൾ ഹിന്ദു സെക്ഷൻ ഓരോ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആക്ടുകളാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അതിന് നേരെ ശേഷം അവിടെ തന്നെ ഇല്ലോമൻ തറവാടിൻ്റെ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ വിഷയമാണ് അവിടെ പറയുന്നത്. അപ്പോൾ സിമ്പിളായുള്ള പാഠഭാഗമാണ്. ഫാമിലിയുടെ വ്യത്യസ്തമായ രൂപരേഖകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പാഠഭാഗം മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ